ടീം ഫോർവേഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നതാണ് മമ്മാസ് ജ്വല്ലേഴ്സ്. കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്തുള്ള മിഠായിത്തെരുവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഷോപ്പ്. ഇവിടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവിടുന്നത് ഇവിടെ തന്നെയാണ്. എൻ്റെ ജീവിതത്തിലെ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ ഉണ്ടായിട്ടുള്ളതും ഇതേ ഷോപ്പിൽ നിന്നാണ്. എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നേടി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ്. സോ എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട് ഈ ഷോപ്പിനോട്. ഇതാണ് ഞങ്ങളുടെ മുതലാളി. പേര് മുഹമ്മദ് ആഷിഖ്. അല്ല, ഞങ്ങളുടെ മമ്മാസ്ക. മമ്മാസിൻ്റെ ഇക്ക ആയതുകൊണ്ടാവാം എല്ലാവരും അങ്ങ് മമ്മാസ്ക എന്ന് വിളിച്ച് ആ പേര് ഏതായാലും അങ്ങ് പോപ്പുലറായി. ഇപ്പം ഞങ്ങളെല്ലാവരും വിളിക്കുന്നത് മമ്മാസ്ക എന്നാണ്. ഒരു മുതലാളി എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇദ്ദേഹം. കാരണം നമുക്കെത്ര പണമുണ്ടെങ്കിലും അഹങ്കരിക്കരുതെന്നും നമുക്കെത്ര ദേഷ്യം ഉണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കരുതെന്നും ഞാൻ പഠിച്ചത് ഈ മനുഷ്യൻ്റെ അടുത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് ഇദ്ദേഹം ഒരു കാരണമായിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ പോലും അറിയാതെ ദൈവം എനിക്കായി കാത്തുവെച്ച ആ ദിനങ്ങൾ വരികയായി. എൻ്റെ പെണ്ണുകാണൽ ചടങ്ങാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ലോകത്തിൻ്റെ ഏതോ ഒരു കോണിലിരുന്നു കൊണ്ട് മിർണയും മറുകരയിലിരുന്നു കൊണ്ട് ഞാനും ഞങ്ങളുടെ സന്ദേശങ്ങൾ കൈമാറി. ഒരിക്കലും കണ്ടുമുട്ടാൻ സാധ്യതയില്ല എന്നുള്ള രണ്ട് വ്യക്തികളെ കൂട്ടിച്ചേർത്ത് ദൈവനിശ്ചയം എന്നല്ലാതെ വേറെ എന്താ പറയുക. ആദ്യം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. പിന്നെ അവിടെ നിന്നും ഞങ്ങൾ പതിയെ പ്രണയത്തിലേക്ക് വഴിമാറി. സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും കുറേ നാളുകൾ അങ്ങനെ കടന്നുപോയി. ഇന്ത്യ എന്ന മഹാരാജ്യത്തെക്കുറിച്ച് അവൾക്കോ ഫിലിപ്പീൻസ് എന്ന കുഞ്ഞു രാജ്യത്തെക്കുറിച്ചോ എനിക്കോ വലിയ ധാരണയില്ലായിരുന്നു. പക്ഷേ എനിക്കൊന്നറിയാം, ഇന്ന് ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് കോഴിക്കോട് നിന്നും കല്ലായിക്ക് പോകുന്ന ദൂരമേ ഉള്ളായിരുന്നു. അങ്ങനെ സാധാരണ രീതിയിൽ കടന്നു പോകേണ്ട ഒരു ദിവസം എൻ്റെ ഷോപ്പിലേക്ക് ഒരു കേക്ക് വന്നു. തുറന്നു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്നെൻ്റെ പിറന്നാളാണെന്ന്. ഇതാരാ എനിക്കിപ്പോൾ ഇങ്ങനൊരു കേക്ക് അയക്കാൻ? അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കേക്ക് അയച്ചത് അവളാണ്. അതിൽ 2 പേരുണ്ടായിരുന്നു, ഒന്ന് എൻ്റെയും ഒന്ന് അവളുടെയും. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ഇതിലെന്തിനാണ് തൻ്റെ പേര് എഴുതിയത്? ഇതെൻ്റെ പിറന്നാളല്ലേ? അപ്പോൾ അവൾ പറഞ്ഞു, നമ്മൾ 2 പേരും ജനിച്ചത് ഒരേ ദിവസമാണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചു കളഞ്ഞത്. ഇങ്ങനെ കേക്ക് തന്ന് ഞെട്ടിച്ച ആളെ തിരിച്ച് ഞെട്ടിച്ചില്ലെങ്കിൽ അതൊരു മോശമല്ലേ? അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞു, അടുത്ത പിറന്നാൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ 2 പേരും ഒരുമിച്ചായിരിക്കും. അത് കേട്ടപ്പോൾ അവൾ ചിരിച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു, അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. നീ ഇന്ത്യയിലുള്ള ഏതോ ഒരു സ്ഥലത്ത്, ഞാനിങ്ങ് ഫിലിപ്പീൻസിൽ എവിടെയോ വേറെ ഏതോ ഒരു സ്ഥലത്ത്, നമ്മൾ തമ്മിൽ ഒരിക്കൽ കാണുക പോലും ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ വാക്ക് തരുന്നതെന്ന് എന്നോട് ചോദിച്ചു. മൊയ്തീൻ കാഞ്ചനയോട് പറഞ്ഞ പോലെ, വാക്കാണ് ഏറ്റവും വലിയ സത്യം.